ഒരു അവസരമാക്കി മാറ്റി ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കിയാണോ ഈ നേതാക്കൾ ഉപയോഗിച്ചത്? അതല്ലെങ്കിൽ എന്താണ് ആ കാര്യത്തിൽ സംഭവിച്ചത്? അതിനെപ്പറ്റി എനിക്കൊന്നും അറിയില്ല. വസ്തുത ഞാൻ എന്താ ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അങ്ങനെ ചാർജ് ഇല്ലാത്ത സ്ഥിതിക്ക് അതിൻ്റെ ഞാനൊരു ഡീപ്പായിട്ട് ഓഫീസിൽ പോകാതെ അന്വേഷിക്കുക അങ്ങനെയൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അങ്ങനെ കേൾക്കുന്നു എന്നല്ലാതെ എനിക്കത് എന്ത് സംഭവിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അല്ല, വൈസ് പ്രസിഡന്റ് സ്ഥാനം എന്നെ മാറ്റിയല്ലോ 23-ല്. സ്ഥാനം എന്നെ മാറ്റിക്കളഞ്ഞു. ഇപ്പൊ നിലവിൽ ഞാൻ അവർ മാറ്റിയെന്ന് വെച്ചാൽ എൻ്റെ അറിവില്ലാതെ മാറ്റി. ഇപ്പോഴും അവർ ഔദ്യോഗികമായിട്ട് നിങ്ങളെ മാറ്റി എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അത് എൻ്റെ അറിവ് വെച്ചിട്ട്, ദാറ്റ് ഇസ് ദ പോയിന്റ്. എൻ്റെ അറിവിൽ ഞാൻ ഇന്നും, അല്ലെങ്കിൽ അവരെനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, എന്നെ വിളിച്ചിട്ട് ഞാൻ നിങ്ങളെ മാറ്റുന്നു, അല്ലെങ്കിൽ ഇതിന് എന്താണ് കാരണം, നിങ്ങൾ ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാണെന്ന് പറയാനായിട്ടുള്ള ഒരു അവസരം ഇവർ തരണ്ടേ. 2004 2023 തന്നു, 2004 ഇവിടെ എടുത്തു കളഞ്ഞു. അത് എൻ്റെ അറിവോട് കൂടിയിട്ടല്ല. അപ്പൊ ഇപ്പോഴും ബിജെപി നേതാക്കൾ തന്നെ പറയും താങ്കൾ ഇപ്പോഴും വൈസ് പ്രസിഡന്റ് തന്നെയാണ് എന്നുള്ളതാണല്ലോ പറയുന്നത്. അവർ പറഞ്ഞോട്ടെ. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് അതും കൂട്ടി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആ തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ പറഞ്ഞ എന്നിൽ അർപ്പിച്ച ഈ 2003 തന്ന ഈ എൻ്റെ വൈസ് പ്രസിഡന്റ് സ്ഥാനം എൻ്റെ അറിവിൽ ഞാൻ ഇപ്പോഴും വൈസ് പ്രസിഡന്റാണ്. അവർ മാറ്റുന്നത് എന്നെ മാറ്റിയിട്ടാണ് IPS പോലീസ് ഓഫീസർ കൊടുത്തത്. മനസ്സിലായില്ലേ? അല്ലല്ല, ജേക്കബ് തോമസ് അല്ല, മറ്റേ ലേഡി ശ്രീലേഖ കൊടുത്തത്. പക്ഷെ അത് എന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ്ടേ. ഒരു വൈസ് പ്രസിഡന്റിനെ മാറ്റുമ്പോൾ അതിന് ചില പ്രൊസീജിയേഴ്സ് ഉണ്ട്, അതവർ ചെയ്തിട്ടില്ല. അത് അവരുടെ ഭാഗത്തുനിന്ന് വലിയൊരു ഒരു തെറ്റ് പറ്റിയതാണത്. മനസ്സിലായില്ലേ? അവിടേക്കാണ് ഈ അവഗണന എന്ന് പറയുന്ന കാരണം വെച്ചാൽ ഇയാളെ പോട്ടെ അങ്ങനെ വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനത്തെ ഒരു മനുഷ്യനല്ല ഞാൻ, നേരിട്ടു. അപ്പോൾ അതിൻ്റെ കാര്യം വെച്ചാൽ അത്, അല്ലെങ്കിൽ എനിക്ക് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റണമെങ്കിൽ എന്നെ വിളിക്കണം. ഇങ്ങനെ ഒരു സംഗതി ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങളെ ഞങ്ങൾ മാറ്റുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് കേൾക്കണ്ടേ. അതിനുള്ളൊരു അവസരം തന്നിട്ടില്ല. അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. ആ കമ്മ്യൂണിക്കേഷൻ കിട്ടാത്തോളം ഞാൻ ഇപ്പോഴും, അത് ഇന്നലെ വരെ, ഇപ്പോൾ മാറിപ്പോയി, ഇന്നലെ വരെ ഞാൻ വൈസ് പ്രസിഡന്റാണ്. ആ വൈസ് പ്രസിഡന്റ് സ്ഥാനം, എൻ്റെ അറിവിലുള്ള വൈസ് പ്രസിഡന്റ്, BJPയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനവും BJPയിലുള്ള എൻ്റെ അടിസ്ഥാനപരമായ പ്രാഥമിക മെമ്പർഷിപ്പും ഞാൻ ഇന്നലെ കൊടുത്തുകൂടി അവസാനിപ്പിച്ചു. ഈ ഫണ്ട് വിവാദത്തിലും കിറ്റ് വിവാദത്തിലൊക്കെ മനസ്സും എടുത്തിട്ട് തന്നെയാണോ ശരിക്കും ഇറങ്ങി? ഞാൻ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിച്ചിട്ടില്ല. കാരണം എനിക്കറിയില്ല എന്താ സംഭവിച്ചത്. കാരണം നമ്മളതിന് ഉള്ളിലില്ലല്ലോ, അതേക്കുറിച്ച് അറിയില്ല. അറിയാം, ഞാൻ ഈ പത്രങ്ങൾ വരുന്ന വാർത്തയല്ലാതെ എനിക്ക് നേരിട്ട് മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നില്ല. ഞാൻ പാർട്ടി മീറ്റിങ്ങിൽ അവർ വിളിക്കാറില്ല. പിന്നെ ഇല്ല, കഴിഞ്ഞ ദിവസം കോർ കമ്മിറ്റി ഇല്ല വിളിച്ചിട്ടില്ല. കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് ഞാൻ പാർട്ടിയിൽ ഒരു മീറ്റിംഗും വിളിച്ചിട്ടില്ല. അത് എൻ്റെ പേഴ്സണൽ വരവന്നെ. ഞാനൊരു BJPക്കാരനാണല്ലോ, മനസ്സിലായില്ല. അപ്പോൾ ഒരു കാൻഡിഡേറ്റുകൾ എന്നെ വിളിക്കും. കാൻഡിഡേറ്റ് നിൽക്കുന്നില്ല, സ്ഥാനാർത്ഥികൾ എന്നെ വിളിക്കും, ചേട്ടാ ഒന്ന് വരണം എന്ന് പറയും. കാരണം അത് അവർക്ക് താല്പര്യം തന്നെ. കാരണം അവരെ നോക്കാൻ അവർ വരാറില്ല, ലീഡേഴ്സ് വരാറില്ല. അപ്പോൾ ഞാൻ എന്നെ വിളിക്കുന്ന സ്ഥാനാർത്ഥികളുടെ അടുത്തൊക്കെ ഞാൻ പോയിട്ടുണ്ട്. കാരണം അവർക്കറിയാം ഞാൻ ചെല്ലുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് പല സ്ഥലങ്ങളിലുണ്ട്. അത് ആ വോട്ട് കൂടും ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ വന്നു, അദ്ദേഹം കേന്ദ്രമന്ത്രിയായി. BJPയുമായി യോജിച്ചാണോ അദ്ദേഹം പ്രവർത്തിക്കുന്നത്? ഞാൻ ചോദിക്കുന്ന, സുരേഷ് ഗോപി അടക്കം വിളിച്ചിട്ടുണ്ടാവില്ല ഈ സമയം കൊണ്ട് തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നോ ആവശ്യപ്പെട്ടുകൊണ്ട്. അദ്ദേഹത്തെ കൂടി കമ്പയർ ചെയ്ത് ഈ പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ എന്താ? അല്ല, സുരേഷ് ഗോപി വഴിയല്ലല്ലോ ഞാൻ വന്നത്. ഞാൻ സുരേഷ് ഗോപി വഴിയല്ല ഈ BJPയിൽ വന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഞാൻ ആൻസറബിൾ അല്ല. അദ്ദേഹം എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു, അതിനകത്തുനിന്ന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം വളരെ സ്നേഹത്തോടു കൂടി തന്നെ പറഞ്ഞു, അല്ല നമുക്കൊന്ന് ആലോചിക്കാം, നമുക്കൊന്ന് ചെയ്യാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇനിയൊരു ആലോചനയ്ക്കുള്ള സ്പേസ് എനിക്കില്ല. ഇനിയിപ്പോൾ ആര് വന്ന് പറഞ്ഞാലും ഞാനിടത്തുനിന്ന് മാറില്ല. ഞാൻ ഒരുപാട് ആലോചിച്ചിട്ട് എൻ്റെ ചിന്ത, എൻ്റെ ഒരു വേറിട്ടൊരു രാഷ്ട്രീയമാണ്. മനസ്സിലായില്ലേ? അതായത് മതങ്ങളിലും നമുക്ക് ഒന്നാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ജാതി മതങ്ങളൊന്നും പാടില്ല, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പാടില്ല, സ്നേഹം വേണം എന്ന് പറയുന്ന ഈ മുഹമ്മദ് നബി പോലെയുള്ള വലിയ വലിയ പ്രവാചകന്മാർ നമുക്ക് പഠിപ്പിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മറന്നുകൊണ്ട്
നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതിനൊക്കെ ഞാൻ എതിരാണ്. അത് എതിർത്തിട്ടുണ്ട്, ഓപ്പണായിട്ട് എതിർത്തിട്ടുണ്ട്. അത് എൻ്റെ ഈ സുരക്ഷ എന്തായാലും ശരി, അതിനൊക്കെ ഞാൻ കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ രാഷ്ട്രീയത്തിൽ തുടരുമോ? തീർച്ചയായിട്ടും. കാരണം ഞാൻ രാഷ്ട്രീയക്കാരനാണ്. അപ്പോൾ എൻ്റെ ഒരു പാർട്ടി അവിടെ നിലവിലുണ്ട്. അത് ഡിസോൾവ് ചെയ്തിട്ട് കേരള പീപ്പിൾസ് പാർട്ടി 2004 തുടങ്ങിയതാണ്. 2004 തുടങ്ങിയ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടി 2021 BJP ചേരാൻ വേണ്ടിയിട്ട് ഡിസോൾവ് ചെയ്തു. അന്ന് എനിക്ക് 14,000 അംഗങ്ങളുണ്ടായിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള, വളരെ ചെറുതാണെങ്കിലും വളരെ സ്ട്രോങ് ആയിരുന്നു പാർട്ടി. ആ പാർട്ടിയുടെ പ്രവർത്തനം വീണ്ടും സജീവമാക്കുക ഇപ്പൊ ആക്കി കഴിഞ്ഞു. കാരണം ഞാൻ പറഞ്ഞു 2 മാസം മുമ്പ് ഞാൻ എല്ലാവരും വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ഞാനത് അനൗൺസ് ചെയ്തത്. ദീർഘകാലം ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാണ്. അത്ര പിന്നെ തീർച്ചയായിട്ടും അല്ലാണ്ട് ഒരു എടുത്തു ചാടിയതല്ല. അടിസ്ഥാനപരമായ ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് പറഞ്ഞല്ലോ, കോൺഗ്രസിനൊപ്പം തുടരുമോ, അല്ലെങ്കിൽ കോൺഗ്രസുമായി യോജിച്ച് പ്രവർത്തിക്കും? ഇല്ലല്ലോ, കോൺഗ്രസിൽ എനിക്ക് വിശ്വാസമില്ല, കമ്മ്യൂണിസത്തിൽ എനിക്ക് വിശ്വാസമില്ല. അതല്ലേ പ്രശ്നം. അയ്യേ, അത് എന്നെ പിന്നെ നാണക്കേടാക്കുന്ന സംഗതിയാണത്. BDJസിൽ ഞാൻ ചേരില്ലല്ലോ. ഞാനൊരു ജാതിയിൽ വിശ്വസിക്കാത്ത മനുഷ്യനാണ്, മനസ്സിലായില്ലേ? ഞാൻ എൻ്റെ ഒരു ചിന്ത എന്ന് പറയുന്നത് നല്ല സൗഹൃദത്തോടുകൂടി സ്നേഹബന്ധം മാത്രമാണ് എൻ്റെ, അല്ലാണ്ട് വേറൊരു BDJs. ഞാനിത് എന്തുകൊണ്ടാണ് പുതിയ പാർട്ടി ഉണ്ടാക്കി ഇന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാതി പാർട്ടിയോ അല്ലെങ്കിൽ മതപാർട്ടികളാണ്. ഒരു പാർട്ടി നിങ്ങൾ പറയൂ, ഇന്ത്യയിൽ നിലവിലുള്ള ഒരു പാർട്ടി, ജാതിയുമല്ല മതമല്ലാത്ത ഒരു പാർട്ടിയെ നിങ്ങൾ പറയൂ, പാർട്ടിയുടെ പേര് പറയൂ. എല്ലാ പാർട്ടികളിലും മതമുണ്ട്, ജാതിയുണ്ട്. എൻ്റെ പാർട്ടിയിൽ ഇതൊന്നുമില്ല. ഒരു കാര്യം കൂടി, ഇത്രയും വലിയ ശക്തരായുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിലനിൽക്കുന്ന കേരളം പോലൊരു സ്ഥലത്ത് BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും CPM ആണെങ്കിലും മറ്റു കക്ഷികളൊക്കെ ആണെങ്കിലും വളരെ ജനകീയ അടിത്തറയുള്ള സംവിധാനമുള്ള ഈ ഒരു സംസ്ഥാനത്ത് താങ്കളുടെ കേരള പീപ്പിൾസ് പാർട്ടിക്ക് ഒരു തവണ വന്ന് പ്രഖ്യാപിക്കപ്പെട്ട് അത് BJP ലയിച്ചു പോയൊരു പാർട്ടിയാണ്. വീണ്ടും പുനരുജ്ജീവിക്കുമ്പോൾ ഏത് നിലയിൽ പ്രവർത്തിക്കാൻ കഴിയും? അതിനൊരു മുന്നോട്ട് പോക്കുണ്ടാകുമെന്ന് കരുതുന്നു? തീർച്ചയായിട്ടും. കാരണം ഞാൻ 2004 ഈ പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങിയ ദേവനല്ല ഇന്ന്. ഞാൻ പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ട്. എന്താണ് പൊളിറ്റിക്സ്, എന്താണ്, അപ്പോൾ ജനങ്ങളുടെ എന്താണ് അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് വന്ന ആളാണ്. പിന്നെ അതിന് ഏറ്റവും വലിയ കാരണം ഇവിടെ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടികൾ ഇവിടെ ഉണ്ടാകുന്ന നല്ലതാണത്. പക്ഷേ ഈ ശക്തമായ പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ട് എന്ന് പറയുന്നത് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഇലക്ഷനിലും ശക്തിയില്ലാത്ത ഈ വലിയ വലിയ ഈ മാർക്സിസ്റ്റ് പാർട്ടി ശക്തമാണെന്ന് പറയുന്നു, കോൺഗ്രസ് പാർട്ടി ശക്തമാണെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് അവർ തോൽക്കുന്നത്? ഓരോ ടൈമിലും മാറി മാറി വരുന്നത് എന്തുകൊണ്ടാണ്? ആ ശക്തിയല്ല, ജനങ്ങളാണ്. ഞാൻ വിശ്വസിക്കുന്നത് ജനങ്ങളാണ്, പാർട്ടികളല്ല. ഈ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ തെമ്മാടിത്തരം കാണിച്ചാൽ അവർ തെമ്മാടിത്തരം കാണിക്കും, അവർ മാറ്റും. അവിടെ കമ്മ്യൂണിസ്റ്റ് ഇപ്പം വലിയ ശക്തമാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാ ടേമിലും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും വരണ്ട്. അത് ഏറ്റവും വലിയ എക്സാമ്പിളല്ലേ ജോസഫ് വിജയൻ്റെ വിജയം. ഞാൻ അവിടെ 25 വർഷം ജീവിച്ചിട്ടുള്ള ആളാണ് തമിഴ്നാട്ടിൽ. അയാളുടെ കൂടെ ഞാൻ 8 സിനിമകളിൽ വില്ലനായിട്ട് അഭിനയിച്ചിട്ട ആളാണ്. അപ്പോൾ അയാളുടെ നേച്ചർ എനിക്കറിയാം. അയാൾ പെട്ടെന്ന് വന്നതല്ല, 10 വർഷം മുമ്പ് ഇയാൾ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല എപ്പോഴും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഇങ്ങനെ സെറ്റിലിരിക്കുമ്പോൾ ഇയാളൊരു PP കൊണ്ടു നടക്കും. ഇടയ്ക്കിടയ്ക്ക് പി എന്ന് വിളിക്കാറുണ്ട്. അപ്പം ഞങ്ങളല്ല, ഇയാൾ എന്ത് ഭ്രാന്തുണ്ടോ, അത് ചെറിയ കുട്ടികളെ കൊണ്ടു നടക്കില്ലേ, പി എന്ന് വിളിക്കുന്നു. അപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇവൻ അന്ന് മുതലേ തുടങ്ങിയിരിക്കുകയാണ് അവൻ്റെ ചിഹ്നം വിസിൽ. അപ്പം വിസിൽ വലിയ അർത്ഥങ്ങളുണ്ട് അതിനകത്ത്. വിസിൽ അതൊരു അലേർട്ടാണ്, അലേർട്ടിങ് ടു ദി, അതൊരു പ്രശ്നം വരാൻ പോകുന്നുള്ളതിൻ്റെ ഒരു ചിഹ്നമല്ലത്. കേരളത്തിലെ ഒരു TVK ആയി മാറുമോ പീപ്പിൾസ് പാർട്ടി? TVK ആയിട്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല. കേരളത്തിൽ എൻ്റെ പാർട്ടിയായിട്ട് മാറും. അല്ല, TVKയിൽ ഒരു പക്ഷേ യെസ്, അതും ഉണ്ടാകാൻ വെച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, ആന്ധ്രാപ്രദേശിലെ പവൻ കല്യാൺ ഒരു സിനിമാ നടനാണ്. അയാളിപ്പോൾ അവിടുത്തെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററാണ്. അപ്പോൾ ജനങ്ങൾക്ക് മാറ്റത്തിന് തയ്യാറാണ് ജനങ്ങൾ. അത് പ്രകൃതിയും കാലവും മനുഷ്യരും വോട്ടേഴ്സും ആ ഒരു മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ഇവർ രണ്ടുപേരോടും സഹകരിക്കാൻ ആലോചിക്കുന്നുണ്ടോ, വിജയോടും പവൻ കല്യാണോടും? തീർച്ചയായിട്ടും അവർ എൻ്റെ കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്.